വിസിറ്റർ എന്ന സിനിമയുടെ പൂജാ ചടങ്ങിനിടയിലാണ് ധ്യാൻ ശ്രീനിവാസൻ അമ്മ സംഘടനയെക്കുറിച്ച് പറയാതെ പറഞ്ഞത്. സാധാരണയായി വളരെ നർമ്മം കലഞ്ഞുകൊണ്ടാണ് ധ്യാന് ആ വാക്കുകൾ പറയുകയും ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന റോണി ഡേവിഡിന് ഉൾപ്പെടെ അദ്ദേഹം തമാശയിലൂടെ മറുപടി കൊടുത്തു. പക്ഷേ ഇപ്പോഴിതാ ധ്യാൻ കുറച്ചുകൂടി ഓപ്പണപ്പ് ആവുകയാണ്. അമ്മ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധ്യാൻ തുറന്നു പറയുകയും ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്വേതാ മേനോനെ പറ്റിയാണ് ധ്യാൻ സംസാരിക്കുന്നത്. ശ്വേത തുടർന്നും പ്രസിഡന്റ് ആകണം എന്നാണ് ധ്യാൻ്റെ അഭിപ്രായം. അതിന് ധ്യാൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ശ്വേതാ മേനോനെ ആളുകൾ അല്ലെങ്കിൽ അമ്മയിലെ അംഗങ്ങൾ തിരഞ്ഞെടുത്ത് അവിടേക്ക് കൊണ്ടെത്തിച്ചതാണ്. ശ്വേതയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. പക്ഷേ ഈ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം, അതായത് ശ്വേതാ മേനോൻ രാജിവെച്ചിരിക്കുന്നു, പ്രാഥമിക അംഗത്വം തന്നെ രാജിവെച്ചിരിക്കുന്നുവെന്ന് ശ്വേത പറഞ്ഞിരുന്ന ആ തീരുമാനത്തിനെ മാറ്റുന്ന രീതിയിലേക്ക് മാറുമോ? ഇപ്പോൾ അതനുസരിച്ച് അഡ്ഹോക് കമ്മിറ്റി പുറത്തു വരികയും പിന്നീട് ശ്വേത തന്നെ കോടതിയിലേക്ക് പോയി ഈ അഡ്ഹോക് കമ്മിറ്റി ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ശ്വേതയുടെ കമൻറ്റും പ്രവൃത്തിയും രണ്ടാകുന്ന കാഴ്ചയാണ്. കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രാഥമിക അംഗത്വം വരെ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ശ്വേതാ മേനോൻ പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അമ്മയിലേക്ക് തിരിച്ചു വരണമെന്നും പ്രസിഡന്റായിട്ട് തന്നെ തുടരണമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാതെ പറയുകയും മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് ശ്വേത പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അഡ്ഹോക് കമ്മിറ്റി ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ശ്വേത പോയതും രമേശ് പിഷാരടിയുമായിട്ടുള്ള പേഴ്സണൽ ഫോൺ കോൾ സംഭാഷണം ഉൾപ്പെടെ ലീക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി അഡ്ഹോക് കമ്മിറ്റി തന്നെ ഇല്ലാതായി. ആ സാഹചര്യത്തിൽ ശ്വേതാ മേനോൻ തന്നെ പ്രസിഡന്റായിട്ട് വീണ്ടും തുടരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കണമെന്നാണ് ധ്യാൻ പറയുന്നത്. ശ്വേത തുടരണം. കാരണം സ്ത്രീകൾ ആദ്യമായിട്ട് തലപ്പത്തേക്ക് വന്നതാണ്. ആ തലപ്പത്തേക്ക് വരുമ്പോഴേക്കും അതിനൊരുപാട് കാരണങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ റീസൺസ് ഉണ്ടായിരുന്നു. ശ്വേത ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയെടുക്കണം. അടുത്തൊരു 3 വർഷം ശ്വേതാ മേനോൻ പ്രസിഡന്റായിട്ട് ഉണ്ടാകണമെന്നാണ് ധ്യാൻ ശ്രീനിവാസന്റെ അഭിപ്രായം. മെമ്പേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരിരുന്ന് സംസാരിക്കേണ്ട കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് പ്രശ്നങ്ങൾ കോട്ടം തട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ഇത്രയും പ്രശ്നമാകില്ല എന്നതുൾപ്പെടെ ധ്യാൻ പറയുന്നൊരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വേത ഇതിൻ്റെ ടേം കണ്ടിന്യൂ ചെയ്യണമെന്നതുൾപ്പെടെ ധ്യാൻ ശ്രീനിവാസൻ പറയുകയും ചെയ്യുന്നുണ്ട്. ശ്വേതാ മേനോൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നതും ഈ ഭരണസമിതി താഴെ ഇറങ്ങിയത് എന്താണ് എന്നത് സംബന്ധിച്ചും നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. അൻസിബ ഹസൻ എന്ന മുൻപുണ്ടായിരുന്ന ജോയിൻറ്റ് സെക്രട്ടറിക്കെതിരെ ടിനി ടോങ് ഉൾപ്പെടെയുള്ളവർ വംശീയ അധിക്ഷേപം നടത്തുക, മതപരിവർത്തനം നടത്തുക, ജാതി അധിക്ഷേപം നടത്തുക, ഇതുപോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സംസാരിക്കുകയും അതൊക്കെ ജനറൽ ബോഡിയിലേക്ക് വരുന്നതിന് മുമ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരാതി പറയാൻ ശ്രമിച്ചപ്പോൾ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ് കൂടിയാണ് ശ്വേതാ മേനോൻ. അതിൻ്റെ നടപടിയിൽ വല്ലാതെ ശക്തമായിട്ട് തന്നെ അൻസിബ ഹസൻ പ്രതികരിക്കുകയും ചെയ്യുന്നു. അതുമാത്രമായിരുന്നു വിഷയമല്ല, ലക്ഷ്മിപ്രിയക്കെതിരെയും ഇതുപോലുള്ള സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നു. ലക്ഷ്മിപ്രിയക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് പോയപ്പോഴും അമ്മയുടെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുമുള്ള ചെറുവിരൽ അനക്കിയില്ല എന്നാണ് പറയുന്നത്. ആസ് എ പ്രസിഡന്റ് ശ്വേതാ മേനോൻ്റെ ഭാഗത്ത് നിന്നും വീഴ്ചകൾ സംഭവിച്ചു. ഈ പ്രശ്നങ്ങളൊന്നും ഗൗരവമായി കണക്കാക്കിയില്ല. കേരള സമൂഹം ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾ ഗൗരവമായി കണക്കാക്കിയപ്പോൾ അവിടെ കണക്കാക്കാൻ അമ്മ സംഘടന തയ്യാറായില്ല. പിന്നെ വേറൊരു കാര്യം, അൻസിബ ഹസൻ ചോദ്യം ചെയ്തത് അവിടെ ഒരു ക്ഷേത്ര അമ്പല കമ്മിറ്റി, ആ അമ്പല കമ്മിറ്റിയുടെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അമ്മ പോലൊരു ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് മറ്റൊരു മതസംഘടന വരുമ്പോഴേക്കും എന്തുകൊണ്ട് അതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള ചോദ്യം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് അൻസിബ ഹസൻ പറഞ്ഞപ്പോൾ പോലും അതിനെ ഒന്ന് സംസാരിക്കാനോ അൻസിബയുടെ കൂടെ നിൽക്കാനോ പ്രസിഡന്റായ ശ്വേതാ മേനോന് കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെയാണ് അതിനിൽ വന്ന കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഏകദേശം 67 മുതൽ 70 ലക്ഷം രൂപ വരെയുള്ള കണക്കുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യവും അവിടെ ബാക്കി നിൽക്കുന്നു. ഇതൊന്നും തെളിയിക്കാനോ പ്രൂവ് ചെയ്യാനോ ജനറൽ ബോഡിയിൽ, അതായത് കഴിഞ്ഞ മാസം 21-ാം തീയതി ശ്വേതാ മേനോൻ അധ്യക്ഷയായ ഭരണസമിതിക്ക് സാധിക്കാതെ വന്നതോടുകൂടിയാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും ശ്വേതാ മേനോൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് താൻ രാജിവെക്കുകയാണ്, തന്നോടൊപ്പം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും രാജിവെക്കുകയാണെന്നും താൻ പ്രാഥമിക അംഗത്വം വരെ രാജിവെക്കുകയാണെന്ന് പറഞ്ഞിറങ്ങിയ ശ്വേതാ മേനോൻ. പക്ഷെ പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്വേതാ മേനോൻ വീണ്ടും പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരുന്നു. മറുപടികൾ ശ്വേത തന്നെ പറയുന്നൊരു സാഹചര്യവും ഉണ്ടായി. പ്രാഥമിക അംഗത്വം വരെ ഇട്ടിട്ട് പോകുമെന്ന് പറഞ്ഞ ശ്വേതാ മേനോൻ പിന്നീട് അത് ചെയ്യാതെ താൻ എങ്ങും പോകുന്നില്ല, തൻ്റെ നിരപരാധിത്വം തനിക്ക് തെളിയിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും പിടിച്ചു നിന്ന് വീണ്ടും തിരിച്ച് സംഘടനയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയിൽ നീങ്ങാൻ വേണ്ടി അഡ്ഹോക് കമ്മിറ്റിയിലുള്ള കാര്യങ്ങൾ വരെ തള്ളിക്കളയുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഗൗരവകരമായ പ്രശ്നവും ശ്വേത എത്രമാത്രമാണ് ഈ പ്രസിഡൻഷ്യൽഷിപ്പിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നത്
ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലാക്കി തന്നതെന്നും കൂടി വേണം പറയാം. സോ ആ ഒരു ഘട്ടത്തിൽ പറയുമ്പോഴാണ് നമുക്കൊരു കാര്യം പറയേണ്ടത്. ഇവിടെ ശ്വേതാ മേനോൻ തിരികെ വരണമെന്നും ശ്വേതാ മേനോൻ പ്രസിഡന്റായിട്ട് തുടർന്നുള്ള കാലത്തും മുന്നോട്ട് പോകണമെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുമ്പോൾ ഒരുപക്ഷെ ധ്യാൻ്റെ പേര് ആദ്യം കേട്ടുകൊണ്ടിരുന്നത് ഇതുപോലെ അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ധ്യാൻ ശ്രീനിവാസൻ വരും എന്ന് സംബന്ധിച്ചായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അത് ധ്യാൻ തന്നെ തള്ളിക്കളഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ ഏറ്റെടുക്കാത്ത പ്രസിഡൻഷ്യൽ പദവി ഞാൻ രാജിവെക്കുന്നുവെന്ന് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ തമാശയോടുകൂടി ധ്യാൻ വിസിറ്റർ എന്ന സിനിമയുടെ പൂജാ ചടങ്ങിൽ സംസാരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ ധ്യാൻ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.